ഹലോ, അലി അരിമ്രാസ് മെലാറ്റോ. എന്താണ് ഐഡിയ പേഴ്സൺ? ഐഡിയ പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? ഒരാശയം. ആ ആശയം അവര് ബിസിനസ്സായിട്ട് മാറ്റുന്നു. എന്താണ് ഒരാശയം ബിസിനസ്സായി മാറ്റണമെങ്കിൽ നമ്മൾ ആ ആശയം മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ക്യാഷ് കിട്ടണം. ആ ക്യാഷ് കിട്ടാൻ ഭാവിയിൽ സാധ്യതയുള്ള എല്ലാ പോസിബിലിറ്റീസും കാണുന്ന ഒരാൾക്ക് നമ്മൾക്ക് വിഷണറീസ് എന്ന് പറയാം, അതല്ലെങ്കിൽ വിഷൻ ഉള്ള ആളുകൾ എന്ന് പറയാം. ഇനി എന്താണ് റിയലി എന്താണ് സംഭവിക്കുന്നത്? അതാണ് ഫൈൻഡ് ദ ഗ്യാപ്പ്. നമ്മളെ മാർക്കറ്റിലുള്ള ജനങ്ങൾക്കുള്ള ഒരു പ്രധാനമായ ഒരു ആവശ്യങ്ങൾക്ക്, ആ ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിനകത്ത് ഉണ്ടാക്കുന്ന, അത് പരിഹരിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നിടത്താണ് നമ്മുടെ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അതാണ് റിയൽ ബിസിനസ്. അപ്പോ മേക്ക് ദ പ്രൊഡക്റ്റ് ടു സോൾവ് ദ ഗ്യാപ്പ്, ടു സോൾവ് ദ പ്രോബ്ലം ആൻഡ് ഫിൽ ദ ഗ്യാപ്പ്. ഒരു എക്സാമ്പിൾ, നമ്മുടെ ഫ്യൂവൽ കൺസപ്ഷൻ, നമ്മുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഫ്യൂവൽ, ഇന്ധനം. ആ ഇന്ധനം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഫ്യൂവലിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ബാറ്ററി കണ്ടുപിടിച്ചു. ആ ബാറ്ററിയിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല. ആ ബാറ്ററി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് ഫ്യൂവലിന്റെ ആവശ്യം നമ്മൾ പരിഹരിച്ചു. ഇനി ഈ ഇലക്ട്രിസിറ്റി നമ്മൾ സോളാർ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ വി ഹാവിങ് ലെസ്, എന്തുള്ളൂ, കുറഞ്ഞ ചെലവിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാവാം. അതേ ചെലവ് ഉപയോഗിച്ച് നമുക്ക് ഫ്യൂവൽ ഉണ്ടാവാം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമുക്ക് സുലഭമായി കിട്ടുന്ന, നാച്ചുറലായി കിട്ടുന്ന വെള്ളം പോലത്തെ H2O ഇത് വിഘടിപ്പിച്ചിട്ട് അതിന്റെ ഹൈഡ്രജൻ ഉപയോഗിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വാഹനങ്ങൾ നിരത്തിലിറങ്ങാൻ പോവുകയാണ്. അതിനെയാണ് നമ്മൾ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റിയൽ എന്താ സംഭവിച്ചത്? മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു പ്രധാന പ്രോബ്ലം അത് സോൾവ് ചെയ്തു. ആ പ്രധാന പ്രോബ്ലം അത് സോൾവ് ചെയ്യാൻ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി. ആ പ്രൊഡക്റ്റ് കൊണ്ട് അത് സോൾവ് ചെയ്തപ്പോൾ അതിനെ നമ്മളൊരു ഇന്നോവേഷൻ എന്ന് പറയാം, അതിനെ നമ്മളൊരു ബിസിനസ് എന്ന് പറയാം, അതിനൊരു വിഷൻ എന്ന് പറയാം. ഓക്കെ, താങ്ക് യു. എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimrasdentalclinic.com.